പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയും അനിശ്ചിതത്വവും പടർത്തിക്കൊണ്ട് ലോകത്തിന്റെ എണ്ണപ്പാതയായ ഹോർമുസ് കടലിടുക്കിൽ സംഘർഷ സാഹചര്യം കൂടുതൽ രൂക്ഷമാകുന്നു. തങ്ങളുടെ സ്വന്തം നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടാതെ മറ്റ് ഇതര പാതകളെ അംഗീകരിക്കില്ലെന്ന നിർണായക പ്രഖ്യാപനവുമായി ഇറാൻ രംഗത്തെത്തിയതോടെ മേഖലയിലെ നയതന്ത്ര നീക്കങ്ങൾ കൂടുതൽ കടുപ്പമേറിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദി നടത്തിയ ഏറ്റവും പുതിയ പ്രസ്താവനയാണ് അന്താരാഷ്ട്ര തലത്തിൽ വൻ ചർച്ചയായത്. നിർദ്ദിഷ്ട തെക്കൻ കപ്പൽ പാതയെ ടെഹ്റാൻ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം വടക്കൻ അന്താരാഷ്ട്ര സമൂഹത്തിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി. ഈ വിഷയത്തിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ലെന്ന കർശന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. രാജ്യത്തിന്റെ പരമാധികാരത്തിലും മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് കാസിം ഖരീബാബാദി വെളിപ്പെടുത്തി. തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെടുന്നതുവരെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം അടഞ്ഞു തന്നെ കിടക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ ജലപാത അടഞ്ഞുകിടക്കുന്നത് ആഗോള ഊർജ്ജ വിപണിയെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ മേഖലയിൽ സൈനിക ഏറ്റുമുട്ടലുകൾ വീണ്ടും പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന കടുത്ത മുന്നറിയിപ്പും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നുണ്ട്. സൈനിക ബലപ്രയോഗത്തിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അതേസമയം സംഘർഷങ്ങൾ കഴിവ് വരുത്താത്തതും കപ്പലുകളുടെ സുരക്ഷിത പാത ഉറപ്പാക്കാനുമായി സജീവമായ നയതന്ത്ര ശ്രമങ്ങളും പശ്ചാത്തലത്തിൽ നടക്കുന്നുണ്ട്. മേഖലയിലെ പ്രധാന മധ്യസ്ഥ രാജ്യമായ ഒമാനുമായി ഇറാൻ സാങ്കേതിക തല ചർച്ചകൾ സംഘടിപ്പിച്ചതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. തന്ത്രപ്രധാനമായ ഈ കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകുന്നതിനുള്ള പ്രായോഗിക മാർഗങ്ങളെ കുറിച്ചാണ് ഇറാന്റെയും ഒമാന്റെയും പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക സാങ്കേതിക വിദഗ്ധരും ഇതിൽ പങ്കെടുത്തു. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അവസാന നിമിഷത്തെ അന്തിമ ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ലെന്ന് ഇറാനിയൻ വക്താക്കൾ അറിയിച്ചു. പല പ്രധാന വിഷയങ്ങളിലും ഇരു വിഭാഗങ്ങളും തമ്മിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മേഖലയിൽ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ മുന്നോട്ട് വെക്കുന്ന തെക്കൻ കപ്പൽ പാത തങ്ങളുടെ പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ഇറാൻ വിലയിരുത്തുന്നത്. അതിനാലാണ് തങ്ങൾ നിർദ്ദേശിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഗതാഗതം മാത്രമേ അനുവദിക്കൂ എന്ന് ടെഹ്റാൻ വാദിക്കുന്നത്. ലോകത്ത് ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 ഭാഗവും കടന്നു പോകുന്ന പാതയാണ് ഹോർമുസ് കടലിടുക്ക്. അതിനാൽ തന്നെ ഈ ജലപാതയിലെ നേരിയ തടസ്സം പോലും ആഗോള എണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിതെളിക്കും. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും ചെറുക്കാൻ ഹോർമുസ് കടലിടുക്കിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം ഒരു പ്രധാന ആയുധമായി ഇറാൻ ഉപയോഗിക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. ഒമാൻ ഉൾക്കടലിലൂടെ പുതിയ പാതകൾ രൂപീകരിച്ച് എണ്ണക്കപ്പലുകൾ സുരക്ഷിതമായി കടത്തിവിടാമായിരുന്ന അന്താരാഷ്ട്ര കമ്പനികളുടെ പ്രതീക്ഷകൾക്കാണ് ഇറാന്റെ പുതിയ പ്രസ്താവന തിരിച്ചടിയായത്. ഇതോടെ ചരക്ക് കപ്പലുകൾ കടൽ മാർഗം മാറ്റാനോ യാത്ര നിർത്തിവെക്കാനോ നിർബന്ധിതരായിരിക്കുകയാണ്. ഇറാനും ഒമാനും തമ്മിലുള്ള സഹകരണം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ മുൻപും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പാരമ്പര്യമായി സ്വീകരിക്കുന്ന ഈ മധ്യസ്ഥ പങ്കാളിത്തത്തിലൂടെ ഒരു താൽക്കാലിക പരിഹാരം കണ്ടെത്താൻ ഒമാൻ ഇപ്പോഴും പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ആഗോള എണ്ണ കമ്പനികളും കപ്പൽ ഗതാഗത രംഗത്തെ പ്രമുഖരും വരും ദിവസങ്ങളിലെ ചർച്ചകളുടെ പുരോഗതി ഉറ്റുനോക്കുകയാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടികളിലേക്ക് കടക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് കപ്പൽ ഉടമകളിൽ വലിയ ഭീതി ഉണർത്തിയിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനികൾ മേഖലയിലൂടെയുള്ള യാത്രകൾക്ക് വൻ തുക പ്രീമിയം ഈടാക്കാൻ തുടങ്ങിയതും വാണിജ്യ മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. യുദ്ധക്കപ്പലുകളുടെ നിരീക്ഷണത്തിലാണ് നിലവിൽ പല പ്രമുഖ രാജ്യങ്ങളും തങ്ങളുടെ ചരക്കുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള സൈനിക സാന്നിധ്യം ഹോർമുസ് മേഖലയിൽ അനാവശ്യ തർക്കങ്ങൾക്കും അബദ്ധവശാലുള്ള ഏറ്റുമുട്ടലുകൾക്കും വഴിവെച്ചേക്കാം. അമേരിക്ക അടക്കമുള്ള ശക്തികൾക്ക് മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലൂടെ നയതന്ത്ര മേശയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ടെഹ്റാൻ ശ്രമിക്കുന്നുമുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തങ്ങളുടെ പ്രാദേശിക പരമാധികാരവും സുരക്ഷയുമാണ് പരമപ്രധാനമെന്ന് ഇറാൻ അടിവരയിടുന്നു. ഈ രണ്ട് വ്യത്യസ്ത നിലപാടുകളാണ് തടസ്സമായി നിൽക്കുന്നത്.
വരും ദിവസങ്ങളിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ കൂടുതൽ സമഗ്രമായ ചർച്ചകൾ നടന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഉപാധികൾ അംഗീകരിക്കാൻ പാശ്ചാത്യ സഖ്യം തയ്യാറാകുമോ എന്നത് ചോദ്യചിഹ്നമായി തുടരുന്നു. ഒരു വശത്ത് ഇന്ധനക്ഷാമവും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും ഭീഷണിയാകുമ്പോൾ മറുവശത്ത് വൻകിട ശക്തികൾ തമ്മിലുള്ള നേർക്കുനേർ സൈനിക പോരാട്ടത്തിന്റെ നിഴൽ പശ്ചിമേഷ്യയ്ക്ക് മേൽ കൂടുതൽ കനക്കുകയാണ്. ചർച്ചകളിലൂടെ സമാധാനപരമായ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുന്നില്ലെങ്കിൽ ഹോർമുസ് കടലെടുക്ക് ഒരു വൻ യുദ്ധക്കളമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ പുതിയ ഉപാധികളും വരാനിരിക്കുന്ന നയതന്ത്ര തീരുമാനങ്ങളുമാകും വരും ദിവസങ്ങളിൽ ലോക സാമ്പത്തിക രംഗത്തെയും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും തീരുമാനിക്കുക.